30 കൊല്ലം ലോ ആൻഡ് ഓർഡറിൽ ജോലി ചെയ്ത ഈ പോലീസുകാരൻ ഇന്ന് കർണപടം തകർന്ന നിലയിൽ ചികിത്സയിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ കോട്ടയം കുറവിലങ്ങാട് ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു എന്നൊരു ഫോൺ കോൾ കിട്ടി ഓടി വന്നതാണ് അവിടേക്ക്. അപ്പോഴേക്ക് ഓട്ടോ ഡ്രൈവർമാരും സംഘർഷത്തിന്റെ ഭാഗമായി മാറിയിരുന്നു. സ്റ്റുഡന്റ് പോലീസ് പദ്ധതിയുമായും ജനമൈത്രി പോലീസ് പദ്ധതിയുമായും ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് KV സന്തോഷ് കുമാർ എന്ന SIക്ക് കുട്ടികളുമായും നാട്ടുകാരുമായും നല്ല ബന്ധമായിരുന്നു. അതുപയോഗിച്ച് സംഘർഷം ശാന്തമാക്കിയപ്പോഴാണ് അക്രമിക്കൂട്ടത്തിന്റെ രംഗപ്രവേശം. DYFI മേഖലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പോലീസിനെ ഭരിക്കുന്ന സൂപ്പർ പോലീസ് എത്തി ഭരണം തുടങ്ങി. സമാധാനിപ്പിക്കാൻ ശ്രമിച്ചവരെ അസഭ്യം വിളിച്ചോടിച്ചു. SIയെ അടിച്ച് നിലത്തിട്ടു. ശരീരത്തിനും മനസ്സിനും ഏറ്റ പരുക്ക് ഒരുപാട് നോവിച്ച ഈ ഉദ്യോഗസ്ഥൻ ജോലി തന്നെ മതിയാക്കണമെന്ന വിചാരത്തിലാണ് ഇപ്പോൾ. വിരമിക്കാനാണെങ്കിൽ ഇനി 3 വർഷമേയുള്ളൂ. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. അഴിഞ്ഞാട്ടം ഭരണത്തണലിലോ? പോലീസിനും രക്ഷയില്ലേ? ഈ രക്ഷാപ്രവർത്തനവും പ്രശംസിക്കപ്പെടുമോ? ക്രമസമാധാനം DYFI ഏറ്റെടുത്തോ? ഈ ചർച്ചയിൽ ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനലിലെ പ്രതിനിധി, ശ്രീ ജോർജ് ജോസഫ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ. ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്. 30 വർഷത്തെ സ്തുത്യർഹമായ സേവന റെക്കോർഡുള്ള ഒരു പോലീസുകാരനാണ് ഇതുപോലെ തല്ലുകൊണ്ട് വീണത്. കർണപടം പൊട്ടി. ഇപ്പോൾ അതിൻ്റെ ചികിത്സയിൽ കഴിയുന്നത്. ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ള മാനസികമായ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ 3 വർഷമേ ഉള്ളൂ വിരമിക്കാൻ. എന്നാലും ഞാൻ സർവീസ് തന്നെ നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നത് താങ്കൾ മുമ്പ് കേട്ടിട്ടുണ്ട്. 2:30 ചർച്ചയിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിരുന്നല്ലോ. ഇതിനെന്തെങ്കിലും ന്യായീകരണമുണ്ടോ? അഭിലാഷേ, ഈ സംഭവം നടക്കുന്നത് എൻ്റെ നാടിനോട് തൊട്ടടുത്ത നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഏതാണ്ട് 99% കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥന് ഏറ്റ മർദ്ദനം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രമസമാധാനം പാലിക്കാനായിട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ മേൽ ആക്രമണം നടത്തുക, അത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് ആരാണെങ്കിൽ പോലും. പക്ഷേ ഈ സംഭവത്തിൻ്റെ വസ്തുതകളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്നും കൂടെ ചിന്തിക്കേണ്ടത് നമ്മൾ. DYFIയുടെ മേളിൽ മെനക്കെടുമ്പോൾ വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. DYFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ചെറിയ രീതിയിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. വസ്തുത എന്താണ്? മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഉഴവൂർ എന്ന് പറഞ്ഞ സ്ഥലം, കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷൻ അണ്ടറിലുള്ള ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജംഗ്ഷനിൽ 10ാം ക്ലാസ്സിലും +1ലും പഠിക്കുന്ന പിള്ളേർ തമ്മിലൊരു ചെറിയ വാക്കേറ്റം ഉണ്ടായി. അതൊരു സംഘർഷത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അവിടെ സംഘർഷത്തിലേക്ക് എത്തി. അപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞ് ആ സംഘർഷ സ്ഥലത്തേക്ക് എത്തിയ +2 വിദ്യാർത്ഥികളെ, ആ കുട്ടികൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരവിടെ നോക്കി നിൽക്കെ അവിടുത്തെ കുറേ ഓട്ടോറിക്ഷക്കാർ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാരൊന്നുമില്ല, ആ പ്രദേശത്തെ ഓട്ടോറിക്ഷക്കാർ 90% ഓട്ടോറിക്ഷക്കാരും ജീവിക്കാൻ വേണ്ടി നടത്തുന്ന വളരെ മാന്യരായ ഓട്ടോറിക്ഷക്കാരാണ്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് പറയാനായിട്ട് അതിൽ 1-2 പേരുടെ പേരിൽ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസുള്ളവരാണ്. അവരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന കുറേ ആളുകളും ഈ +2 വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ജംഗ്ഷനിൽ ഇട്ട്. അതേതാണ്ട് 4 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അതിലൊരു കുട്ടിയുടെ കഴുത്തിന് മാരകമായിട്ടുള്ള പരിക്കേറ്റു. ഈ കുട്ടിയെ ആശുപത്രി എത്തിക്കാൻ പോലും അവിടുന്ന് കേവലം 100 മീറ്റർ അപ്പുറമാണ് ഉഴവൂർ താലൂക്ക് ആശുപത്രി. ഗവൺമെൻറ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും ഈ ക്രിമിനലുകൾ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. സംഭവ സ്ഥലത്ത് 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. 3 പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ ആ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്രിമിനലുകൾ സമ്മതിക്കത്തില്ല. അപ്പോൾ തങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ ഭയന്ന ആ +2 വിദ്യാർത്ഥികൾ തങ്ങളുടെ സുഹൃത്തുക്കളെ വിളിക്കുന്നു, രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. അതിന് തൊട്ടടുത്തുള്ള കരൂർ പോലുള്ള പ്രദേശങ്ങളിലെ കുട്ടികളാണ് ഇതിനകത്ത് ഈ മർദ്ദനമേക്കുന്നത്. അവർ തീർച്ചയായിട്ടും തങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ രക്ഷപ്പെടുത്താനുള്ള അവരുടെ വരവ് ഇതിനെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവിടെ എത്തിയപ്പോഴും ഈ ക്രിമിനലുകളായ ഈ പറയുന്ന ഓട്ടോറിക്ഷക്കാരും കുറേ ആളുകളോട് കൂടി അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും. ഇതേ കാര്യത്തിലാണെങ്കിലും ശരി, ഈ പറയുന്ന ഉഴവൂരിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായി. ആദ്യം വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഓട്ടോക്കാരും ഇടപെടുന്നു. ആരാണ് ആ പ്രശ്നം നിയന്ത്രിക്കേണ്ടത്? ആ പ്രശ്നം നിയന്ത്രിക്കാൻ അവിടെ 20 മിനിറ്റിനുള്ളിൽ പോലീസ് വന്നല്ലോ. അവരാ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ ഉദ്യോഗസ്ഥൻ തന്നെ ഈ കുട്ടികളെ പറഞ്ഞ് ശാന്തരാക്കുന്നു. അവിടെ ഒരു സമാധാന അന്തരീക്ഷം വരുന്നു. അവിടുത്തെ പൊതുപ്രവർത്തകർ, ഈ പറഞ്ഞ ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്തെ CPIM അടക്കമുള്ള പാർട്ടികളുടെ പൊതുപ്രവർത്തകരടക്കം ഇടപെട്ട് ആ വിഷയം ശാന്തമാക്കിയ സമയത്താണ് താങ്കൾ ഈ പറഞ്ഞ ആളുകൾ വരുന്നത്. DYFIയുടെ മേഖലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവര് ചെന്നിട്ടാണ് പോലീസിനെ മെക്കിട്ട് കയറുന്നത്. അവരാണ് പോലീസിനെ അടിച്ച് താഴെയിടുന്നത്. അതിനെന്ത് ന്യായമാണുള്ളത്?
അഭിലാഷേ, ചോദ്യം ഇത്രയേ ഉള്ളൂ. കഴുത്തിന് പരിക്കേറ്റ കുട്ടീനെ 100 മീറ്റർ മാത്രം അപ്പുറത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാൻ 1 മണിക്കൂർ സമയം തടസ്സം നിന്നവരെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? സ്വാഭാവികമായിട്ട് അത് ചോദ്യം ചെയ്യപ്പെടും. അവിടെ ആ സംഭവ സ്ഥലത്ത് 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ്. അവിടെ ഉത്തരവാദിത്തത്തോടെ പറയുന്നത് 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താല്പര്യമായിരുന്നു കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഈ ക്രിമിനൽ കൂട്ടം അതിനനുവദിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടിയെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കഴുത്തിന് പരിക്കേറ്റ ഒരു കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും വിസമ്മതിച്ച് തടസ്സം നിന്നവരെ പിന്നെ ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ബലമായിട്ട് ഈ വിദ്യാർത്ഥിയെ ആശുപത്രി കൊണ്ടുപോയി എത്തിച്ചു. അങ്ങനെ ഇപ്പോ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ ചുമതലയാണോ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക, അവിടെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ? അങ്ങനെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണോ ഇത്തരം കാര്യങ്ങളിലൊക്കെ? പുതിയ ആധുനിക കേരളത്തിൽ ഇപ്പോ ലോ ആൻഡ് ഓർഡർ സംവിധാനം ഇങ്ങനെയാണോ? ഒരൊറ്റ സെക്കൻഡ് ശ്രീ റെജി ലൂക്കോസ്, നമുക്ക് ഇപ്പോൾ ആ സീനിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതൊന്ന് കേട്ടിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. ഇല്ലെങ്കിൽ പിന്നെ ഈ വർഷം മാത്രമാണെന്ന് വിചാരിക്കും. ആ പോലീസുകാരൻ പറയുന്നത് നമുക്ക് കേൾക്കാം. നമസ്കാരം. ഞാൻ അന്നേ ദിവസം ഡ്യൂട്ടി ഓഫീസറിന്റെ ചാർജ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഏറ്റുമാനൂർ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് എന്റെ മേൽ ഓഫീസർക്ക് അവിടെയായിരുന്നു. അപ്പൊ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ നമ്മുടെ 112 കോളുകളൊക്കെ വരും. ടാബിൽ വരുന്ന കോളുകളാണ്. അപ്പൊ അത് 20 മിനിറ്റിനുള്ളിൽ നടപടി എടുക്കുന്നത്. അപ്പൊ അമ്മാതിരി ഒരു കോളാണ് ഈ ഉഴവൂര് സ്കൂളിൽ കുട്ടികളും ഓട്ടോറിക്ഷക്കാരും തമ്മിൽ ഉണ്ടായത് പ്രശ്നമെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കുട്ടികളെയൊക്കെ ഞാൻ അവിടെ പലപ്പോഴും SPCക്കും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് കൊണ്ട് അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ എന്നെ നല്ല പരിചയമുണ്ട്. പരിക്ക് പറ്റിയ ഒരു കുട്ടിയോട് ഞാൻ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നീ ഹോസ്പിറ്റലിൽ പോയി ഞാൻ കേസ് എടുത്തോളാം എന്ന് പറയുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോവുകയും തുടർന്ന് ആരെയൊക്കെ വിളിച്ചു വരുത്തുകയാണ്, പുറത്തുനിന്ന് ഉള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി. അവർ വന്ന വഴിക്ക് തന്നെ യൂണിഫോം ഇട്ട എന്നോട് വളരെ മോശമായിട്ട് ഉപസ്ഥിതിയുടെ ഏറ്റവും ഈ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് തന്നെ ഏറ്റവും നിന്ദ്യമായ ഭാഷ എടുത്തിട്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, എടാ കേസ് എടുത്തില്ലെങ്കിൽ നിന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞു, വളരെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞു വളരെ മോശമായിട്ട് നിന്ദിച്ച് സംസാരിച്ചു. എന്നെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് പ്രാദേശിക രാഷ്ട്രീയക്കാരെന്റെ അടുത്ത് നിൽപ്പുണ്ട്. അവർ ചോദ്യം ചെയ്തപ്പോൾ അവരോടും വളരെ മോശമായി നിന്ദിച്ച് സംസാരിച്ചു. അവർ തമ്മിൽ ഇങ്ങനെ ഒരു മോശം ഇതായപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് കുട്ടി വിളിച്ചു വരുത്തിയ എന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവരല്ല അവർ, പക്ഷെ അതുകൊണ്ടായിരിക്കും എന്നെ അറിയത്തുമില്ലായിരുന്നു. അവർ വന്ന വഴിക്ക് തന്നെ എന്നെ തെറി വീണ്ടും പറയുകയും ഒരാൾ എന്റെ തലക്കിട്ടടിക്കുകയും മറ്റൊരാൾ എന്റെ കർണത്തിട്ടടിക്കും. എന്റെ 29 വർഷത്തെ സർവീസിൽ ഞാൻ എല്ലാവരുടെയും ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ജനമൈത്രി പോലീസിന്റെ സംവിധാനത്തിൽ പോകുന്ന ഒരു പോലീസ് ഓഫീസറാണ്. കുഞ്ഞുണ്ണി മാഷിനെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കണം. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്ത് വാഴണം, നാമഘോഷം. അപ്പൊ അത്രയും കുട്ടികൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ വളരെ അധിക്ഷേപ വർഷം നടത്തി. അതുപോലെ അടിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സർവീസിലല്ല, എന്റെ ജീവിതം മരണം വരെ എനിക്ക് അത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവരോട് നിന്ദ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. അത് ഒരു കാര്യവുമില്ല, കാരണം ഞങ്ങൾ ഇന്ന രാഷ്ട്രീയക്കാരാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പൊതുപ്രവർത്തകരെയും കുട്ടികളെയൊക്കെ ഉൾപ്പെടെയാണ് അസഭ്യം പറയുന്നത്. അപ്പൊ പോലീസ് ജോലിയിൽ വളരെ വൈകാരികമായി തന്നെ ഞാൻ പറയുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ട്. പോലീസ് ജോലി ചെയ്യുന്നതിന് യൂണിഫോം ഇടുമ്പോൾ ഒരു സംരക്ഷണം കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ട് പലപ്പോഴും. ഇമാതിരി ഒരു യൂണിഫോം ഇട്ട പോലീസുകാരനെ, അത് ഞാൻ സത്യധർമ്മങ്ങളെയൊക്കെ മുറുകെ പിടിക്കുന്ന ഒരാൾ തന്നെയാണ്, സംശുദ്ധ വ്യക്തിത്വമായിട്ട് തന്നെ അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ്. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാക്കിയിട്ട യൂണിഫോംധാരിയെ മർദ്ദിക്കുക, അടിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹത്തിന്റെ വലിയ ഒരു ചോദ്യചിഹ്നമാകേണ്ടതാണ്. നമസ്കാരം. ഇതാണ് ശ്രീ റെജി ലൂക്കോസ് സംഭവിച്ചത്. അവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടായി. അതിനകത്ത് ചില ഓട്ടോറിക്ഷക്കാരും ഇടപെട്ടു. അങ്ങനെ അതിഭീകരമായ സംഭവമൊന്നുമല്ല. ഇപ്പോൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പുണ്ടാവുക, പിടിച്ചു തള്ളുക, അടി ഉണ്ടാവുക, ഇതൊക്കെ ദൗർഭാഗ്യവശാൽ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ കഴിഞ്ഞു, പോലീസ് അവിടെ വന്നു. ഒരു പരിക്കേറ്റ കുട്ടിയോട് മോനെ നീ ആശുപത്രി പൊക്കോടാ എന്ന് പറയുകയും കേസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറയുകയൊക്കെ ചെയ്ത് സമാധാനിപ്പിച്ചു. അവിടെയുള്ള അധ്യാപകരുണ്ട്, എല്ലാ പാർട്ടികളുടെ ആളുകളുണ്ട്, ഓട്ടോറിക്ഷക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിനെല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് സമാധാനമായി ശാന്തമായി വന്നു. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ടൊരു പുതിയ ടീം അങ്ങ് വരികയാണ്. ആ ടീമാണ് ഈ എന്താ പറയുക ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. താങ്കൾ പറഞ്ഞ അവിടെ ഓട്ടോറിക്ഷക്കാരെ എന്തോ പ്രതിരോധിച്ചു. ഓട്ടോറിക്ഷക്കാരെ അല്ല, ഈ പോലീസുകാരനെയാണ് ഇയാൾ പറയുന്നത് കേട്ടില്ലേ. അസഭ്യം പിടിച്ചുകൊണ്ടാണ് വന്നത്. വന്ന വഴിക്ക് തന്നെ അടി തുടങ്ങി, അടിച്ചു, മുഖത്തടിച്ചു, നിലത്തിട്ട് ചവിട്ടി. ശരി, ഇപ്പോൾ ഈ അവിടെ ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നാണ് പ്രശ്നമെങ്കിൽ അതിന് പോലീസുകാരനെ തല്ലുക എന്നുള്ളത് നിർബന്ധമായിരുന്നോ? അഭിലാഷേ, ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന
സംഘടനയെ, യുവാക്കളുടെ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം നിങ്ങൾ പ്ലാൻ ചെയ്ത് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കത്തില്ല. ഞാൻ ഈ പറയുന്ന വസ്തുത ഞാൻ അനുകൂലിക്കത്തില്ല. ഞാൻ വളരെ ശക്തമായിട്ട് അപലപിക്കുന്ന ഒരാളാണ്. ഈ ചെയ്ത ആളുകളെ താങ്കൾ തള്ളിപ്പറയുകയും സംഘടനയുടെ പൊതുധാരയോട് ചേർന്ന് നിൽക്കാത്ത പ്രവൃത്തിയാണ് അവരിൽ നിന്നുണ്ടായത്, അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് താങ്കൾ അതിനെ അപലപിക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നെങ്കിൽ ശരി, ഞാനത് അംഗീകരിക്കാമായിരുന്നു. ഇത് താങ്കൾ അത് അവിടെ അത്യാവശ്യമായിട്ട് കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇത് ഇങ്ങനെ വേണ്ടി വന്നു എന്നുള്ള മട്ടിൽ ആ ധ്വനിയിൽ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലല്ല, അത് അഭിലാഷിന് തോന്നുന്നു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ 2 മണിക്കത്തെ ചർച്ചയ്ക്കും ഇപ്പോഴും ചർച്ച തുടങ്ങിയത് തന്നെ ആ ഉദ്യോഗസ്ഥനെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു തന്റെ കർശനമായ രീതിയിലുള്ള ഞാൻ അപലപിച്ച ചർച്ച തുടങ്ങുന്നത്. തന്നെയല്ല, ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോട് ഞാൻ അന്വേഷിച്ചു. അദ്ദേഹം കുട്ടികൾക്ക്, അതായത് പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിന് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതൊക്കെ ഞാൻ ഉച്ചക്കത്തെ ചർച്ചയിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞത്. ഇത് അന്വേഷിച്ചിട്ട് തന്നെ പറഞ്ഞത്. ഞാൻ വൺ സൈഡല്ല ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ വശവും കേൾക്കാണ്ടാണ് ഈ മനഃപൂർവ്വം ഒരു പ്രസ്ഥാനത്തിനെ ഇഴുത്തി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചർച്ചയുടെ തുടക്കത്തിലൂടെ ശ്രമിക്കുന്നുള്ളവരെ മുഴുവരുത്ത നിവാസികൾക്കെല്ലാം അറിയാം. ഈ സംഭവം നൂറുകണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഉഴുവൂരെന്ന് പറഞ്ഞ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ നാട്, ഞാൻ അവിടുത്തെ കോളേജിൽ പഠിച്ച ആളും കൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും. ഉഴവൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനെ സംഘർഷാവസ്ഥയൊന്നുമില്ല. ഈ സംഭവം നടക്കുമ്പോഴും അവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾ ഇടപെടുകയും അത് സമാധാന അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളത് ആ ഉദ്യോഗസ്ഥൻ തന്നെ ഉച്ചക്കത്തെ ചർച്ച, ഞാനിരിക്കുന്ന ചർച്ചയെ പറഞ്ഞതാണ്. അത് വളരെ കൃത്യമാണ്. അവിടെ DYFI വന്ന് ഭരണം കയ്യിലെടുത്ത് നിങ്ങൾ പറഞ്ഞാൽ എന്തൊരു തെറ്റാ. 1 മണിക്കൂർ നേരം, ഒറ്റ മണിക്കൂർ നേരം 16-17 വയസ്സുള്ളൊരു വിദ്യാർത്ഥിയെ കഴുത്തിനടിച്ച് താഴെ ഇട്ടിട്ട് 1 മണിക്കൂർ ആശുപത്രി കൊണ്ടുപോകാൻ പോലും തയ്യാറായ തടഞ്ഞു വെച്ചത് ക്രിമിനലുകളെ നിങ്ങൾ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താ ഉട്ടോപ്പിയാണോ? പോലീസുകാരനെ തല്ലിയ ക്രിമിനലുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ കുട്ടികളെ തല്ലിയ ക്രിമിനലുകളെ ആരും ന്യായീകരിച്ചു? അവരെ പിടിക്കാനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ഇവിടെ സിസ്റ്റം ഇല്ലേ? അതിന് പാരലായിട്ട് വേറെ സിസ്റ്റം റൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? താങ്കൾ പറയുന്ന വാദം മുഖവിലയാണെങ്കിൽ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്ത് മനുഷ്യത്വമില്ലായ്മയാ ഈ അഭിലാഷ് പറയുന്നത്? ഒരു പാവം കുട്ടിയെ നോക്കി നിന്നൊരു കുട്ടിയുടെ കഴുത്തിന് മാരകമായിട്ട് അടിച്ച് പരിക്കേൽപ്പിച്ച ആ കുട്ടിയുടെ പാലാ ഹോസ്പിറ്റലുണ്ട്. ആ കുട്ടിയെ 1 മണിക്കൂർ നേരത്തേക്ക് ഒരു സംഘം വളഞ്ഞു വെച്ച് ആശുപത്രി കൊണ്ടുപോകാൻ തയ്യാറായിരുന്നപ്പോൾ, അത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ പോലീസുകാരെ പോലെ തടഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കേരളത്തിൽ സംഭവിച്ചെന്ന് പറയും. നിങ്ങൾ എന്തുകൊണ്ട് സ്വാഭാവികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി കുറവിലങ്ങാട് SI നേരത്തെ പറഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞത് അങ്ങ് കേട്ടതല്ലേ ശ്രീ റെജി ലൂക്കോസ്? ഇതുപോലെ അവിടെ ഭീകരാന്തരീക്ഷം ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ ഉണ്ടായിരുന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ നീ ആശുപത്രിയിൽ പൊക്കോളൂ, ഞാൻ കേസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ചു. അവിടുത്തെ പൊതുപ്രവർത്തകർ ഇടപെട്ടു. അവിടെ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മറ്റു പാർട്ടികളെല്ലാം ഉണ്ടല്ലോ. എല്ലാ പൊതുപ്രവർത്തകരും ഇടപെട്ടു. ആ വിഷയം ശാന്തമായതിനു ശേഷം പോലീസുകാരനെ വന്ന് എന്തിന് തല്ലി എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതല്ലാതെ ഓട്ടോറിക്ഷക്കാര് കുട്ടികളെ അടിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ അടിച്ചത് ശരിയായില്ല എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. അല്ല, അഭിലാഷ് പറഞ്ഞത് വസ്തുതാപരമായിട്ട് തെറ്റാണ്. 1 മണിക്കൂറായിട്ട് ഈ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകുന്നില്ല. 100 മീറ്റർ അപ്പുറത്തുള്ള ഉഴവൂർ സർക്കാർ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകാൻ നിർബന്ധിച്ചിട്ടും ഇവർ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ അഭിലാഷിനെ തല്ലി നിലത്തിട്ട് കഴിഞ്ഞാൽ അഭിലാഷിന് സഹപ്രവർത്തകർ വളഞ്ഞു വെച്ചിട്ട് ആ അഭിലാഷ് ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞ് നിങ്ങളുടെ മാനേജ്മെന്റ് എടുക്കുന്ന നടപടി എന്താ? അങ്ങനെ ന്യായമായി പറയുന്നത്. മുഴുവൻ സമയത്തുണ്ടായിരുന്ന SI പറഞ്ഞത് എന്താണെന്ന് കേൾപ്പിച്ചു. ഇനി അതിൽ കൂടുതൽ അതിനകത്ത് തർക്കമില്ലല്ലോ. എന്താണ് സിറ്റുവേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞാണ്. ഇനി അതൊന്നും കൂടി കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ കേട്ടാലും താങ്കൾക്ക് വിശ്വാസമാവില്ലല്ലോ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അവർ അരിയാഹാരം കഴിക്കുന്ന ആളുകളായതുകൊണ്ട് ഒറ്റത്തവണ കേട്ടതിൽ എന്താണ് സംഭവിച്ചത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ അത് വീണ്ടും കൽപ്പിക്കുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ആ പോലീസുകാരൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്താണ് സംഭവിച്ചത് എന്ന്. അതുകൊണ്ട് ഇനിയിപ്പോ താങ്കള് ഞാൻ അത് പിന്നെയും കേൾപ്പിച്ചാലും അങ്ങനെ അല്ല എന്നല്ലേ പറയുള്ളൂ. അത് കേൾപ്പിക്കുന്നില്ല. എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. ശ്രീ MK ഹരിദാസ്, എന്റെ ഒരു ചോദ്യം, ഈ ഒറ്റ ക്വസ്റ്റ്യൻ മറുപടി പറഞ്ഞാൽ മതി. ഇത് ഈ 1 മണിക്കൂർ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിന്നിട്ട് എന്തുകൊണ്ടാണ് ആ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാഞ്ഞേ? അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. എന്നല്ലേ നേരത്തെ SI പറഞ്ഞത്. അവിടെ കാര്യങ്ങളൊക്കെ ശാന്തമാക്കി ആ കുട്ടിയോട് മോനെ നീ ആശുപത്രിയിൽ പോയിക്കോളൂ, ഞാൻ കേസ് എടുത്തോളാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അയച്ചു എന്ന് നേരത്തെ SI പറഞ്ഞത് കേട്ടതല്ലേ താങ്കളും?
SI അവിടെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളല്ലേ? പോലീസുകാരൻ കള്ളം പറയോ? അല്ല എൻ്റെ ഒരു എളിയ ചോദ്യം ചോദിക്കട്ടെ. നീ ആശുപത്രി പൊക്കോ, ഞാൻ ബാക്കി എടുത്തുള്ളത് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് കടമയല്ലേ ആ കുട്ടീനെ ആശുപത്രി കൊണ്ടെത്തിക്കുക എന്നുള്ളവരും പരിക്കേറ്റ് കിടക്കുന്ന ഒരു വിദ്യാർത്ഥി 16-17 വയസ്സുള്ള കുട്ടീനെ 100 മീറ്ററുള്ള ആശുപത്രി പോലീസുകാർക്കെതിരെ ഡിവൈഎഫ്ഐക്കാർക്കുണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? കേസ് ഇന്ന ആളുകളെ ഇപ്പൊ പിടിക്കണം എന്നുള്ളതായിരുന്നു. അല്ലാതെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ലെന്നോ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നോ ഉള്ളതായിരുന്നില്ല. അത് മനഃപൂർവ്വം താങ്കൾ ട്വിസ്റ്റ് ചെയ്യണ്ട. ശ്രീ MK ഹരിദാസ്, എന്തു തോന്നുന്നു? പോലീസുകാർക്ക് ഇതാണ് അവസ്ഥ. ഉദ്യോഗസ്ഥന്റെ കാര്യമാണെങ്കിൽ വലിയ കഷ്ടമാണ്. പുള്ളി സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ കൂടി ഡ്യൂട്ടിയെ കാണുന്ന ആളാണ്. ജനമൈത്രി പോലീസ് നടത്തുന്നു, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് നടത്തുന്നു, എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടിയത് ഇതാണ് പ്രതിഫലം. ഈ ചാലക്കുടിയിലെ ഒരു SFI നേതാവ് അവിടുത്തെ സബ് ഇൻസ്പെക്ടറെ കുറിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന് ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതിനുശേഷം എനിക്ക് പരിചയമുള്ള ഒരു 4-5 സർക്കിൾ ഇൻസ്പെക്ടർമാരൊക്കെ ഉണ്ട്. അതിൽ 1-2 ആൾക്കാർ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു 3 പേര് ഇപ്പോഴും സർവീസിലുണ്ട്. അവരൊക്കെ റിട്ടയർ ആവാൻ 2 കൊല്ലം 1.5 കൊല്ലമൊക്കെ ബാക്കി നിൽക്കുന്നവരാണ്. അവരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തപ്പോൾ അഭിലാഷ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പോൾ ഈ അടി കൊണ്ട ഈ ചെകിടിൻ്റെ കർണപടം പൊളിഞ്ഞ ആ SI പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. വേറെ എന്തെങ്കിലും പണി ഈ പ്രായത്തിൽ കിട്ടുവെച്ചാൽ, കാരണം മക്കളൊന്നും എവിടേക്കും എത്തിയിട്ടില്ല, കുടുംബം പുലർത്താൻ മറ്റ് യാതൊരുവിധ മാർഗ്ഗങ്ങളുമില്ല, അല്ലെങ്കിൽ ഈ പോലീസ് ജോലി വിട്ടാലോ എന്ന് ചിന്തിക്കുന്ന 2-3 പേര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നു പോലീസ് സേനയിലെ സംസാരം തന്നെ ഇപ്പം ഇതാണ്. കാരണം ആത്മവിശ്വാസം അത്രത്തോളം തകർന്ന ഒരു നിലയിലാണ് കേരള പോലീസ്. 2016 ജൂണിലെ ഈ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ആദ്യമായി അധികാരത്തിൽ കയറിയിട്ട് അദ്ദേഹം നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്. അതായത് കർത്തവ്യ നിർവഹണത്തിന് തടസ്സം നിൽക്കുന്നവരാരായാലും അത് എൻ്റെ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അത് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഞാൻ പോലീസിന് അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന്. ഈ വിഷയം അന്ന് വൈകുന്നേരം ഒരു സ്വകാര്യ ചാനൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയപ്പോൾ എനിക്കതിൽ പങ്കെടുക്കേണ്ടി വന്നു. അന്ന് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ സ്പീക്കറായ ശ്രീ ഷംസീറാണ്. അന്ന് ഇപ്പോഴത്തെ സ്പീക്കറിലുള്ള പക്വത അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഈ DYFIയുടെ നേതാവാണെന്നുള്ള അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ആ ചർച്ചയിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ, അത്തരത്തിൽ മുഖ്യമന്ത്രി പലതും പറയും, പക്ഷെ അതിനോട് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അതുമാതിരി തന്നെ DYFIയുടെ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിലും ചെയ്യേണ്ട സമരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പോലീസ് രംഗത്തെത്തിയാൽ അതിനൊക്കെ ചിലപ്പോൾ എതിർക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ എതിർക്കപ്പെടുന്നത്. ചാലക്കുടിയിലായാലും ഇവിടെ ആയാലും. എന്താണ് അഭിലാഷ് പേട്ട എന്ന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്? അതായത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ മോട്ടോർ വാഹന നിയമം ലംഘിച്ച ഒരു DYFI നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്തോ വാക്ക് തർക്കത്തിൻ്റെ പേരിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടേക്ക് വന്ന ഒരു ജനപ്രതിനിധി പറഞ്ഞതെന്താ? ഇവൻ്റെ വീടും ഇവൻ്റെ സഞ്ചാരപാതയും കൂടി കണ്ടുവയ്ക്കാനല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും മാധ്യമങ്ങളിൽ കാണിച്ചിട്ടുള്ളതും? ഒരു ജനപ്രതിനിധിയാണ് പറയേണ്ടത്. അപ്പോൾ സംയമനത്തോടു കൂടി പോലീസിന് ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കേണ്ട നേതാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രസ്താവനകളും ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇത്തരത്തിൽ ഈ DYFIക്കാർക്ക് ഒരു പ്രചോദനമായെങ്കിൽ അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് കുറവിലങ്ങാട് നിന്ന് ഈ പാല ITI എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് എൻ്റെ അറിവിൽ റെജി ലൂക്കോസ് നാട്ടുകാരനാണ് 10 കിലോമീറ്റർ ഉള്ളത്. ഒരു വീഡിയോ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ SFIയുടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംഘർഷം അതിൻ്റെ പടിക്കൽ നടക്കുന്നു. ഈ മുണ്ട് വളച്ചു കുത്തിയിട്ട് ഈ 17-18 വയസ്സായ പിള്ളേരെ ഒരു സബ് ഇൻസ്പെക്ടറുടെ നെഞ്ഞത്ത് തള്ളിക്കൊണ്ടാണ് പറയുന്നത്, നീ പോയിട്ട് വണ്ടിയിലിരിക്കടാ, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ തീർത്തോളാം എന്ന് പറയുന്നത് ഈ കുറവിലങ്ങാട് നിന്ന് 10 കിലോമീറ്റർ അകലെയാണ്. അത്തരത്തിൽ ചെയ്തിട്ടുള്ള ആ SFI നേതാക്കൾക്ക് എടുത്തിട്ടുള്ള സമരത്തിൻ്റെ ഗതി എന്തായി? ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ ചെകിടത്തടി കൊണ്ടിട്ടുള്ള ഈ പാവം പോലീസുകാരനെ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഈ കേസ് പിൻവലിക്കേണ്ടി വരും അഭിലാഷെ. പിൻവലിക്കാതെ അദ്ദേഹത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഒരു പോലീസ് ഏമാൻ്റെ ADGP മറ്റേ സുദേശ് കുമാറിൻ്റെ മകള് ഇവിടുത്തെ ഗവാസ്കർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ അടിച്ചിട്ട് അയാൾ കോളർ ബെൽറ്റ് ഇട്ട് നടക്കുന്നത് ഇന്ന് യൂട്യൂബിൽ തപ്പിയാൽ കാണും. ആ കേസിൻ്റെ ഗതി എന്തായി? അപ്പോൾ ഇവിടുത്തെ പോലീസുകാരിൽ നിന്നും പോലീസ് ഏമാന്മാരിൽ നിന്നും പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ടാലും ഇവിടുത്തെ പോലീസുകാരുടെ കാര്യം അങ്ങേയറ്റം നമ്മൾ പറയില്ലേ അപകടകരമായ സ്ഥിതിയിലാണ്. അവർ ആത്മഹത്യ ചെയ്തിട്ടുള്ള കേസുകൾ നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ പോലീസുകാരിൽ അഭിലാഷിനറിയോ, ഞങ്ങളോടൊക്കെ തുറന്ന് സംസാരിക്കുന്ന 15% പേര് ഈ കൗൺസിലിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് അവർക്ക് കിട്ടുന്ന ലീവിൻ്റെ അനുസരിച്ചിട്ട് അവരെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിലിംഗ് നടത്തിയിട്ടാണ് ജോലിക്ക് വരുന്നത്.
എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ പോലീസ് വകുപ്പിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ ഈ പോലീസ് വകുപ്പിനെ ഭരിക്കുന്ന പാർട്ടിയോ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടോ? റെജി ലൂക്കോസിൻ്റെ വാദഗതിയോടൊന്നും സംസാരിച്ചിട്ട് നമുക്ക് നേരം കളഞ്ഞിട്ട് കാര്യമില്ല. അതിന് അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാനേ സാധിക്കുകയുള്ളൂ. ഇവിടെ എന്താണ് തെരേസ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു IPS ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് ACP ആയിട്ട് ചാർജ് എടുത്തു. അവർ ആദ്യമായിട്ട് ആ ജോലിയിലാണ് പ്രവേശിക്കുന്നത്. അന്ന് അവരുടെ പരിധിയിലുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് 4 DYFIക്കാരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റ് DYFIക്കാരെ ഇറക്കിക്കൊണ്ടുപോയി. ആ സ്ത്രീക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് മനസ്സിലായി ഇവർ ആ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന്. അവിടേക്ക് അവർ തെരഞ്ഞു ചെന്നു. പിറ്റേ ദിവസം എന്താണ് ആനാവൂർ നാഗപ്പൻ്റെ പ്രസ്താവന ഉണ്ടായത്? ആനാവൂർ നാഗപ്പനിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ACPക്ക് വന്നു കയറാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുന്നിടത്ത് ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിന് ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാത്ത കാര്യം പറഞ്ഞിട്ട് കോർണർ ചെയ്തുകൊണ്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനല്ലേ സാധിക്കുകയുള്ളൂ. ഇനി കളമശ്ശേരിയിൽ എന്താണ് ഉണ്ടായത്? SFI KSU അവിടെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സംഘർഷം ഉടലെടുക്കുന്നു. അവിടെ അമൃതരംഗൻ എന്ന് പറഞ്ഞിട്ട് ശക്തനായിട്ടുള്ളൊരു സബ് ഇൻസ്പെക്ടർ അവിടേക്ക് ചെല്ലുന്നു. അദ്ദേഹം KSUക്കാരെ അവിടുന്ന് മാറ്റാനുള്ള ശ്രമിച്ചത്. അവിടുത്തെ SFIയുടെ 2 നേതാക്കന്മാരെ അദ്ദേഹം അവർക്ക് ആപത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നു. ആ അമൃതരംഗൻ എന്ന് പറയുന്ന പോലീസുകാരനെ ഫോൺ ചെയ്ത സാക്കിർ ഹുസൈൻ എന്ന് പറയുന്ന അവിടുത്തെ ഏരിയ സെക്രട്ടറി പറഞ്ഞതെന്താ? നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയത് ആരെയാണെന്നറിയോ? SFIയുടെ നേതാക്കന്മാരെയാണ്. എന്നോടൊക്കെ ചോദിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ അവരെ പിടിച്ചുകൊണ്ടുപോകുക? ഈ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് അഭിലാഷ്. അപ്പോൾ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ മാതൃകയായിട്ട് നല്ല സന്ദേശവും നല്ല ഇത്തരം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ പ്രചോദനം നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് ഇതിവിടെ CPM ഭരിക്കുന്നത് കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ ന്യായീകരിക്കാൻ തയ്യാറല്ല. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഈ 2018 അദ്ദേഹത്തിൻ്റെ 4 ശിൽബന്ദികളെ മണൽക്കടത്തുമായിട്ടൊരു സബ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് തുള്ളിയിരുന്ന സീൻ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയാണ് അത് കാണിച്ചത്. എൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അപ്പോൾ ഏറ്റവും മാതൃകയാകേണ്ടത് നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരിൽ നിന്നാണ് അണികൾ പഠിക്കേണ്ടത്. ആ അണികൾക്ക് പ്രചോദനവും ഇത്തരത്തിലുള്ള തീപ്പൊരിയും നൽകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നേതാക്കൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അണികളിലേക്കുണ്ടാകുന്ന ആവേശം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നേതാക്കളായാലും അണികളായാലും ഒരു കാര്യം മനസ്സിലാക്കുക, പുറത്ത് ഈ കാക്കിധാരികൾ ഉണ്ട് എന്ന ധാരണയിൽ ഇവിടെ ഒറ്റയ്ക്കുറങ്ങുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. ഒറ്റയ്ക്കുറങ്ങുന്ന ഒരുപാട് എന്താ പറയേണ്ടത് പ്രായപൂർത്തിയായ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറങ്ങുന്ന വീട്ടമ്മമാരുണ്ട്. അതുമാതിരി തന്നെ ഗ്രഹനാഥന്മാരുണ്ട്. ഇവർ പുറത്തുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരുടെ ആ ആത്മവിശ്വാസത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ, കുൽസിത പ്രവർത്തികൾ കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാൻ പോകുന്നില്ല. നമ്മളുടെ പോലീസ് സേന എന്നും മറ്റ് 27 സ്റ്റേറ്റുകളേക്കാൾ നല്ലൊരു പോലീസ് സേന എന്നുള്ളത് ഇന്ന് ആത്മവീര്യം നഷ്ടപ്പെട്ട ഒരു പോലീസായി മാറിയിരിക്കുകയാണ് അഭിലാഷ്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ KP നൗഷാദ് അലി, ഈ KV സന്തോഷ് കുമാർ എന്ന SIയുടെ കാര്യം കഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്നാമത് ഈ ചെറിയ കുട്ടികൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംഘർഷമാണ്. അതൊന്ന് സമാധാനപൂർവ്വം അവസാനിപ്പിക്കുക എന്ന ഉദ്യമത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോയ ആളാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്ന, എന്ന് ആക്രോശിക്കുന്ന ഒരു സംഘത്തിൻ്റെ അകത്ത് പെട്ടുപോവുകയാണ്. പിന്നെ അവരുടെ തല്ല് വാങ്ങുകയാണ്, അത് അനുഭവിക്കുകയാണ്. ഈ അവസ്ഥയാണ് ഇതുപോലൊരു പോലീസുകാരനെ നേരിടേണ്ടി വരുന്നത് എങ്കിൽ എത്രമാത്രം നല്ല നിലയ്ക്ക് ഇവിടെ പോലീസിങ് നടക്കും, ഉദ്യോഗസ്ഥർക്ക് എത്രമാത്രം എന്തെങ്കിലും ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവും തുടങ്ങിയവയൊക്കെ പ്രശ്നമാണല്ലോ. അഭിലാഷ്, നമ്മുടെ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സേനകളിൽ ഒന്നായിട്ട് പല കോണുകളിൽ നിന്ന് പലപ്പോഴായിട്ട് വിലയിരുത്തപ്പെട്ടൊരു സേനയാണ് കേരള പോലീസ്. അവർ ഭവ്യതയിലായാലും അനുസരണയിലായാലും വിശ്വാസ്യതയിലായാലും ബുദ്ധികൂർമ്മതയിലായാലും ധൈര്യത്തിലായാലും കാര്യക്ഷമതയിലായാലും ഒക്കെ വളരെ മാതൃകാപരമായ ഒരു ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിരുന്നൊരു സേനയാണ്. അവരുടെ ആത്മവീര്യം തകർക്കുന്ന, അവരിൽ നിർഗുണത്വം അടിച്ചേൽപ്പിക്കുന്ന, അവരെ ഷണ്ഡന്മാരാക്കി നിശ്ചലരാക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഇവിടെ CPM ഈ 2021 ശേഷം വീണ്ടും അധികാരത്തിൽ വന്നതിനെ തുടർന്ന് നിരന്തരമായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകൾ ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും, അത് പേട്ടയിൽ നിന്ന്, കഴക്കൂട്ടത്ത് നിന്ന്, പിന്നെ കുറവിലങ്ങാട്ട് നിന്ന്, കുറ്റ്യാടിയിൽ നിന്ന്, ചാലക്കുടിയിൽ നിന്ന്, മട്ടന്നൂരിൽ നിന്ന്, കളമശ്ശേരിയിൽ നിന്ന് എന്ന് വേണ്ട സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ വരികയാണ്. ഇവിടെ എനിക്ക് ഇതിൻ്റെ പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ ആഭ്യന്തര ക്രമസമാധാനം, നിയമപാലനമൊക്കെ നിലനിർത്താൻ വേണ്ടി
വേണ്ടി പോലീസിൻ്റെ കാക്കിയുടെ അന്തസ്സ്, അതിൻ്റെ ഒരു ആഭിജാത്യം, അതിൻ്റെ ഒരു ഗരിമ, അതൊക്കെ നിലനിർത്താൻ ബോധപൂർവമായൊരു ശ്രമങ്ങൾ സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് വേണം. പോലീസ് തന്നെ ഒന്നിനും കൊള്ളരുതാത്തവരായി, അടിയേറ്റ് വീഴുന്നവരായി, രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി, വിശ്വാസ്യതയില്ലാത്തതായി മാറുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു നിയമപാലനം സാധിക്കാത്തൊരവസ്ഥ വരും. അത്തരത്തിൽ തങ്ങളുടെ ഒരു സ്വയംഭരണത്തിൻ്റെ ഇരകളാക്കി, തങ്ങളുടെ ഒരു ചോറ്റുപട്ടാളമാക്കിയൊക്കെ പോലീസിനെ മാറ്റിപ്പോവുക എന്ന് പറയുന്നത് അതൊക്കെ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ്, അതൊക്കെ അപരിഷ്കൃതമാണ്, അതൊക്കെ പ്രാകൃതമാണ് എന്ന് CPM തിരിച്ചറിയണം. അല്ലെങ്കിൽ അവർക്ക് ആ ബോധമുണ്ടാക്കി ാനുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച് നമ്മൾ ഉത്തരേന്ത്യൻ പോലീസിനെയൊക്കെ ഒരുപാട് പരിഹസിക്കുകയും വിമർശിക്കുകയും അവരുടെ പല കാഴ്ചകളെയൊക്കെ നമ്മൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സ്വയം അഭിമാനിക്കാറുണ്ട് പലപ്പോഴും. പല വീഴ്ചകൾക്കിടയിലും കേരള പോലീസിൻ്റെ കാര്യക്ഷമതയും അവരുടെ ഒരു നിഷ്പക്ഷതയൊക്കെ മുൻനിർത്തിയിട്ട്, എന്നാൽ അതിനെ സമ്പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്ത് ഒരുപക്ഷെ ഉത്തരേന്ത്യൻ പോലീസിനേക്കാൾ തരം താഴ്ന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസിനെ അധപ്പതിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് CPM-ഉം അവരുടെ ഈ ബഹുജന വർഗ സംഘടനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ അഹങ്കാരം, ഈ തുടർഭരണത്തിൻ്റെ ഒരു അധികാര പ്രമത്തത, അവർക്ക് അതിൻ്റെ അന്ധത ബാധിച്ചതിൽ അവർ അഭിരമിക്കുകയാണ് എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയല്ലോ, പിന്നെ പോലീസുകാർ ഹെൽമറ്റ് ഇല്ലാത്തതിന് ഫൈൻ ചുമത്തിയൊരു സംഭവം പേട്ട പോലീസ് സ്റ്റേഷനിൽ. ആ പോലീസുകാരെ സ്ഥലം മാറ്റുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ചെയ്തത്. ആ പോലീസിനെ തെറി പറയാൻ മുന്നിൽ നിന്ന് അവിടുത്തെ ജോയിയെയാണ് ഇപ്പോൾ ആറ്റിങ്ങലിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് CPM പുനരവതരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു മനസ്താപമോ പശ്ചാത്താപമോ പോലും ഇത്തരം വീഴ്ചകളിൽ പ്രകടിപ്പിക്കാതെ കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകി ഇവിടെ അഭിമാനക്ഷതം സംഭവിച്ച പോലീസിനെ വീണ്ടും ചവിട്ടി തേച്ച് ഞങ്ങളാണ് വലിയവർ, ആരുണ്ടടാ ഞങ്ങളെ ചെറുക്കാൻ എന്ന അഹങ്കാരത്തിന്റെ സ്വരം കേൾപ്പിച്ച് മുന്നോട്ട് പോകുന്ന CPM-നെ എന്തു ചെയ്യണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. അവർക്കതിനുള്ള ജനാധിപത്യ ഉത്ബുദ്ധതയും രാഷ്ട്രീയ പ്രബുദ്ധതയും ഉണ്ട് എന്ന് സദയം ഇവിടുത്തെ CPM-മാരും അവരുടെ നേതൃത്വവും ഭരണക്കാരും ഒക്കെ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പോലീസിനെ നിർവീര്യമാക്കുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിന്റെ വലിയ തകർച്ചയിലേക്കും അധപ്പതനത്തിലേക്കും നയിക്കാൻ ഉതകുന്ന ഒന്നാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഭരണക്കാർ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇത് വലിയ ദുരന്തമായി കലാശിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അഭിലാഷ്, ഓക്കെ. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഒരു SI ആരിൽ നിന്നൊക്കെ ഓർഡറുകൾ എടുക്കണം എന്നുള്ളതാണ്, ആരിൽ നിന്നൊക്കെ ഉത്തരവുകൾ വാങ്ങണം എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ സംശയം വരുന്നത്. CIO DYSPO പറയുന്നത് കേട്ടാൽ പോരാ. ഇപ്പോൾ ഏരിയ സെക്രട്ടറി പറയുന്നത്, അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയുടെയോ അതുപോലെയുള്ള ലോക്കൽ സെക്രട്ടറിമാരുടെയോ ഒക്കെ താല്പര്യം കൂടി നോക്കണം എന്നുള്ളതിലും കവിഞ്ഞ് ഇപ്പോൾ DYFIയുടെ മേഖലാ പ്രസിഡന്റ്, സെക്രട്ടറി, അതിൻ്റെ ഭാരവാഹികളൊക്കെ പറയുന്നതും പോലീസ് കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിച്ചോണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടികൊണ്ട് താഴെ കിടക്കേണ്ടി വരുമെന്നാണോ? അത് തന്നെയാണല്ലോ ഇപ്പം സംഭവിച്ചത്. കാരണം നമുക്ക് ആ SIയുടെ വേദന നമ്മൾ കേട്ടു. കാരണം 10, 27, 28, 29 വർഷം സർവീസുള്ള ഒരു വ്യക്തിയാണ്. ഇനി 2-3 വർഷമേ സർവീസുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഞാൻ ഉച്ചയ്ക്ക് മാതൃഭൂമി കേട്ടു, ഇപ്പോഴും കേട്ടു. അവിടെ 2 കുട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടായി. അതിനകത്ത് ലോക്കലായിട്ടുള്ള ഓട്ടോറിക്ഷക്കാരെ ഇടപെട്ടു. അതിനകത്ത് ആ കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാൻ താമസിപ്പിച്ചു എന്ന് ആരോണൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ SI ആ കുട്ടിയെ ചേർത്ത് നീ പെട്ടെന്ന് ആശുപത്രി പൊക്കോളൂ. കാരണം 3 പോലീസുകാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ തമ്മിലുള്ള അടിയിൽ അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ ഇടപെട്ടു. അതിനുശേഷം കുട്ടിയെ ആശുപത്രി കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ DYFIയിലുള്ള 3 പേര് വന്ന് ആ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അത് അവർക്കൊക്കെ ഒരു പൊതു ധാരണയുണ്ട്. കേരളത്തിൽ ഈ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർ മേധാവിത്വം എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇടപെടും. അതിനകത്ത് എതിര് നിൽക്കുന്നവരെ അടിച്ചു വീഴ്ത്തും. അതുപോലെ തന്നെ ആ SIയെ അടിച്ചു വീഴ്ത്തി അദ്ദേഹത്തിൻ്റെ കർണത്തിന് ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവിടെ കുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂവിനാണ് SI അവിടെ വന്നത്. അവർ 3 പേരെ ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഈ DYFI പ്രാദേശിക നേതാക്കന്മാരവിടെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തല്ലുകൊണ്ടിട്ടുണ്ട് DYFIയുടെ. ഈ കഴിഞ്ഞ ദിവസം നമുക്ക് നേരത്തെ അറിയാമല്ലോ, ഇവിടുത്തെ അവർ SIയുടെ വാഹനത്തിനകത്ത് കയറി DYFI SFI പെൺകുട്ടി ഉൾപ്പെടെ പുറത്ത് കയറി ആ പോലീസിനെ അപമാനിക്കുന്നതും
ആ പോലീസുകാരെ ഇട്ട് ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനൊക്കെ നടപടി ശക്തമായിട്ട് എടുക്കേണ്ടതാണ്. പക്ഷേ എടുക്കാനായിട്ട് പോലീസിന് കഴിയുന്നില്ല. കാരണം ഇത് മുഖം നോക്കാതെ നടപടി എടുക്കണം. കാരണം ഗവർണർ ഇപ്പോൾ ഓടി നടക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അദ്ദേഹത്തിന് ആ കോമ്പൗണ്ടിൽ കയറ്റില്ല എന്നങ്ങ് ഡിക്ലെയർ ചെയ്യല്ലേ. ആർക്കാണ് ഈ അധികാരമുള്ളത്? ആരാണ് ഇവരൊക്കെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് കേരളത്തിലുള്ള ഭരണ നേതൃത്വത്തിലുള്ളവർ ആദ്യമായിട്ട് ഇവരെ കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം എല്ലാ പ്രശ്നത്തിലും DYFI SFI ഇടപെട്ടിട്ട് അതൊരു വയലൻസിലേക്ക് പോകുന്ന കാഴ്ചയാണ് പൊതുവെ നമ്മൾ കാണുന്നത്. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്, പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഓരോരോ സ്ഥലങ്ങളിലെ നമുക്കറിയാം ഏകദേശം നല്ലൊരു ശതമാനം ഓരോ പോലീസ് സ്റ്റേഷനിൽ 1-2 പോലീസുകാരൊക്കെ ആത്മഹത്യ ചെയ്ത് തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോയി. 191 പേരെങ്ങാണ്ട് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അടുത്ത കാലത്ത് പോലീസിൽ നിന്ന് തന്നെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പൊതുവായിട്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ അവസ്ഥ നോക്കണം. കാരണം ചില ആൾക്കാരൊക്കെ രാഷ്ട്രീയം കളിച്ച് ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ചില ശിങ്കിടികളായിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിലും പൊതുവെ കേരളത്തിലെ ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട് കേരള പോലീസിന്. കാരണം നല്ല ഓഫീസേഴ്സ് ധാരാളമുണ്ട്. മതമൈത്രി ഇത് കാരണം ഈ കുറവിലങ്ങാട്ട് SI തന്നെ നോക്കി അദ്ദേഹം എത്ര ശാന്തനായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഇത്ര വർഷം സർവീസുള്ള ആളാണ്. ആ കുട്ടികളുടെ ആ പ്രശ്നത്തെ ഇടപെടുന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ധാരാളമുണ്ട്. മറ്റ് പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ പോലീസ് സ്റ്റേഷൻ പോലെയല്ല കേരളത്തിലെ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ നല്ലൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ വരുന്ന പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കും. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ. എത്ര മാറ്റമാണ് ഇന്ത്യയിലെ കേരള പോലീസിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ സഞ്ചരിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ അങ്ങനല്ല. എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് പെരുമാറ്റത്തിലും. പക്ഷേ പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതുപോലെ പ്രാദേശികമായ ചില കുട്ടികളാണ്. അവിടെയാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പല പ്രശ്നം. കാരണം SFI DYFI ആവശ്യമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമുക്കറിയാം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പഴയ പോലെ ഒന്നും വലിയ വീര്യമൊന്നും കാണിക്കുന്നില്ല. ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും വളരെ വ്യത്യാസമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ പോലീസുകാരെ തല്ലി ഒടുക്കാം, അടിച്ചൊതുക്കാമെന്ന് ഇപ്പോഴത്തെ കുറച്ച് SFI DYFIക്കാരെയൊക്കെ അവർ കരുതുന്നുണ്ടെങ്കിൽ അത് വില പോകില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ശരി. കാരണം അവർക്കെതിരായിട്ട് മുഖം നോക്കാതെ ശക്തമായി നടപടി എടുക്കാനായിട്ട് പോലീസിന് കഴിയണം. ശരി, അതാണ് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളതിൽ താങ്കൾക്ക് പറയുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ഈ പ്രതികളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. കരൂർ DYFIക്ക് പുതിയ നേതൃത്വം സെക്രട്ടറി ആദർശ് S. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കൂ. മുഴുവൻ SFI DYFI, വർക്ക്സ് അറ്റ് SFI സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, സെക്രട്ടറി അറ്റ് SFI കരൂർ ലോക്കൽ കമ്മിറ്റി, കരൂർ മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം അറ്റ് DYFI, വർക്ക്സ് അറ്റ് SFI പാലാ ഏരിയ സെക്രട്ടറി, കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം SFI, സെന്റ് തോമസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി SFI, കരൂർ മേഖലാ കമ്മിറ്റി അംഗം DYFI, പാലാ ഏരിയ ജോയിന്റ് സെക്രട്ടറി അറ്റ് SFI. വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം വഹിച്ച സംഘടനാ സ്ഥാനങ്ങളാണ്. ഇനിയും കുറേ ഉണ്ട്, ഞാൻ ഇച്ചിരി വായിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ കുറേ വർഷമായി ചെറിയ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്നത് മുതൽ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടത്തി SFIയുടെ ജില്ലാ കമ്മിറ്റി വരെയൊക്കെ എത്തിയ ഒരു പ്രമുഖനായ നേതാവാണ്. നമ്മൾ നേരത്തെ ചാലക്കുടിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന DYFIയുടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവാണ്. നിതിൻ പുല്ലൻ എന്നോ മറ്റോ ആണ് പേര്. അന്ന് പോലീസിനെ കൈകാര്യം ചെയ്തത്. അപ്പോൾ നോക്കൂ, ഈ DYFIയുടെയും SFIയുടെയും ഒക്കെ പ്രധാനപ്പെട്ട നേതൃതലത്തിൽ ജില്ലാ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് CPIM അതുപോലെ തന്നെ അവരുടെ സംഘടനകളൊക്കെ പരിശോധിക്കേണ്ടേ ശ്രീ റെജി ലൂക്കോസ്? നമ്മുടേതാണ് ഭരണം, ഞങ്ങളാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ഇവിടുത്തെ പോലീസിനെ ഞങ്ങൾ ഭരിക്കും, SIയെ ഞാൻ ഭരിക്കും, SI ഞാൻ പറയുന്നത് കേൾക്കണം, CI ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് ഈ പറഞ്ഞ വർഗ ബഹുജന സംഘടനകളുടെ ഒക്കെ ഭാരവാഹികൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ പിന്നെ കേരളത്തിൽ എങ്ങനെയാണ് ക്രമസമാധാന പാലനം നടക്കുക? അഭിലാഷ, ഞാൻ ഒറ്റയ്ക്ക് അതുകൊണ്ട് അല്പസമയം തരണം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ 5 പോലീസ് ഉദ്യോഗസ്ഥർ രാജസ്ഥാനിലെ അജ്മീറിലെത്തി 2 കൊടും ക്രിമിനലുകളെ തങ്ങൾക്ക് നേരെ വെടിവെപ്പുണ്ടായിട്ട് പോലും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വന്നത്. സത്യത്തിൽ കോരി തിരിച്ചു പോയി. ഉത്തരേന്ത്യയെ പോലും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. അത്ര മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ കേരള പോലീസിലുള്ളത്. ഞാൻ എന്നും ചർച്ചകളിൽ പോലീസിനെ പിന്തുണച്ച് സംസാരിക്കുന്നതാണ്. ഇവിടെയും അതുതന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ ഈ ചർച്ച വൺ സൈഡായിട്ട് DYFI ആ സംഭവ സ്ഥലത്ത് തുടക്കം മുതലുണ്ടായിരുന്നുവെന്നും DYFI തല്ലിയിട്ടാണ് മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഈ ചർച്ചയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനെതിരെ മാത്രമേ ഞാനിത് ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുള്ളൂ.
ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ താങ്കളിപ്പോൾ ഈ പറഞ്ഞ നേരത്തെ വായിച്ച പ്രൊഫൈൽ എത്തായാലും മോശം പ്രൊഫൈലൊന്നുമല്ല. അന്തർദേശീയ ക്രിമിനൽ സംഘത്തിൽപ്പെട്ട ഒരാളാണെന്ന് ഏതായാലും ചെറുപ്പക്കാരുടെ പ്രൊഫൈലില്ലല്ലോ. അയാൾ പിന്നെ SFIയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തനം എന്നുള്ളതാണ്. അയാൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്. ഞാനും അയാളുടെ പ്രൊഫൈൽ കണ്ട ഒരാളാണ്. അപ്പോൾ അതിനെ ഒരു മോശമായ പ്രൊഫൈലായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ 55 ലക്ഷം മോശമായ പ്രൊഫൈലായി ചിത്രീകരിച്ചതല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാവാത്തതാണോ? ഈ തരത്തിൽ SFIയുടെയും DYFIയുടെയും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ മുമ്പിരുന്ന ആളാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഒരു SIയെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, ഈ തരത്തിൽ അടിച്ച് കർണപുടം പൊട്ടിക്കുന്നത്. അതൊരു SFI നേതാവിന് DYFI നേതാവിന് ചേർന്ന പരിപാടിയാണോ? അങ്ങനെ നിങ്ങളുടെ പ്രാദേശിക തലത്തിലെയും മറ്റ് തലങ്ങളിലെയും ഒക്കെ ഓരോ വർഗ ബഹുജന സംഘടനാ ഭാരവാഹിയും ഞാൻ ഭരിക്കുമെന്ന് തീരുമാനിച്ചാൽ കേരളത്തിന്റെ ക്രമസമാധാനം എവിടെ പോയി നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ പ്രൊഫൈലുള്ള ആളുകൾ പോലീസിന് മുകളിൽ ഇങ്ങനെ ഭരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ ആദ്യവും രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ കാര്യങ്ങൾ ഭാഗികമായിട്ട് പിന്നെ ജോർജ് ജോസഫ് സാറിൻ്റെ വാക്കിലൂടെ അത് വന്നു. അതായത് കഴുത്തിന് ഗുരുതരമായ പരിക്കേറ്റ, അതായത് അവിടുത്തെ സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള കുറേ ആളുകൾ ദ്രോഹിച്ചൊരു പയ്യനെ 1 മണിക്കൂറായിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് സ്വാഭാവികമായിട്ട് പരിഷ്കൃത ഒരു സമൂഹമായ കേരളത്തിൽ ആരായാലും ചോദ്യം ചെയ്യുക. കുട്ടീനെ ഒരു അപകടത്തിൽ കിടക്കുന്ന ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ ശ്രീ രജി ലൂക്കോസ്, ഈ പരിക്കേറ്റ കുട്ടിയെ താങ്കൾ തന്നെ പറഞ്ഞു 100 മീറ്റർ അപ്പുറത്ത് ആശുപത്രി ഉണ്ടെന്ന്. 100 മീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയിൽ ഈ പരിക്കേറ്റ കുട്ടിയെ എടുത്തുകൊണ്ട് പോയാൽ പോരെ DYFI ഭാരവാഹികൾ? അല്ല, പോട്ടെ, ഒരു വണ്ടി വിളിച്ചു കൊണ്ടുപോയാൽ പോരെ? പോലീസിനെ മെക്കിട്ട് കയറുന്നത് എന്തിനാണ് SIയെ തല്ലുന്നത്? അവിടാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നത് വളരെ നെഗറ്റീവായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, 1 മണിക്കൂറിന് ശേഷമാണ് ഈ DYFIയുടെ പ്രവർത്തകരോട് എത്തുന്നത്. അതും ഇത് കണ്ടു നിന്ന് ഭയന്നു പോയ +2 വിദ്യാർത്ഥികൾ വിളിച്ചതിന്റെ പേരിലാണ് ആ കുട്ടികളോട് എത്തുന്നത്. അപ്പോൾ വളരെ വ്യക്തമായി അഭിലാഷ് വസ്തുതകളെ മറച്ചു വെച്ച് സംസാരിക്കുന്നത്. ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലം എത്യോപ്യയിലൊന്നും അല്ല, 1 മണിക്കൂർ നേരമായിട്ട് ഈ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോയിരുന്നപ്പോൾ അല്ലല്ല ഈ DYFIക്കാർ കൊണ്ടുപോയ പോരെ എന്നല്ല നിങ്ങൾ ചോദിച്ചത്, അല്ലേ? അത് കൊണ്ടുപോകാത്തതുകൊണ്ടാണ് അവിടെ എത്തിയത്. അവരെ വ്യക്തമായില്ലേ ചിത്രം? 50 വയസ്സ് പ്രായമുള്ള ഈ SIയെ എന്തിനാണ് തല്ലിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് DYFIക്കാർ വന്നതെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പോരെ? എന്തിനാണ് SIയെ തല്ലിയത്? എന്തിനാണ് അവിടെ നിന്ന ആ SI പറയുന്നത് ഞാൻ ഉച്ചയ്ക്ക് കേട്ടതാണ്, താങ്കളും കേട്ടതാണല്ലോ. ഒരു CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഇടപെട്ട് ഈ കക്ഷികളെ ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്താണ് ഇവര് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോട് പറഞ്ഞത്? അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അറിയാവോ? ഒന്ന് വിളിച്ചു ചോദിച്ചേ. നിങ്ങൾ ഈ പറയുന്ന പൊന്നോമനകളായ പൊന്നും കുടങ്ങളായിട്ടുള്ള ആളുകൾ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോട് എന്ത് പെരുമാറിയെന്നൊന്ന് വിളിച്ചു ചോദിച്ചേ. അഭിലാഷ് പറയുന്നത്, അഭിലാഷ് നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതോ അല്ല വേറെ ആരെങ്കിലും കേട്ടിട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്? അല്ല, ജനങ്ങൾ നല്ല വിദ്യാസമ്പന്നരാണ്. ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. CPM നിങ്ങൾ ഞാൻ പറയുമ്പോൾ മാത്രം പ്രേക്ഷകർക്ക് ബോധ്യമായി കഴിഞ്ഞു. താങ്കൾ കൂടി ഉൾപ്പെട്ട ചർച്ചയിൽ ആദ്യാവസാനം ഈ പ്രശ്നത്തിൽ ഉണ്ടായിരുന്ന അടി ഏറ്റുവാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹമാണ്, പോലീസുകാരനാണ് പറഞ്ഞത്. ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ഒരാള് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അവരെയും അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാനല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ്. താങ്കൾക്ക് അറിയാവുന്ന ആളാണെ ചോദിച്ചൂടെ? അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയെ പരിചയമില്ലേ? അഭിലാഷേ, അതിനുള്ള ഈ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്ന കക്ഷികൾ എന്തിനാണ് ഇനിയിപ്പോ പോലീസുകാരനെ തല്ലിയത്? ഇനിയിപ്പോ റെജി ലൂക്കോസിന് പ്രശ്നമില്ലെങ്കിൽ അത് പോട്ടെ. എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന വലിയ സാമൂഹ്യ സേവനം നടത്താൻ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്ന ഈ പൊന്നും കുടങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മെക്കിട്ട് കയറിയത്, ചീത്ത പറഞ്ഞത്? അഭിലാഷിന് കാര്യങ്ങൾ വളരെ വ്യക്തമായതുകൊണ്ടാണ് എന്നെ കൊണ്ട് നിങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയ വിഷയത്തെക്കുറിച്ച് സംസാരിപ്പിക്കാതിരിക്കുന്നത്. അല്ല, പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയ വിഷയം 1 മണിക്കൂറിന് ശേഷം DYFI പ്രവർത്തകർ എന്തിനാണ് അഭിലാഷ് ഇങ്ങനെ ഇതുപോലെ കേരളത്തിലെ പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള പോലീസ്, ശരി, കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി പിണറായി വിജയനാണല്ലോ. ആ പോലീസ് താങ്കൾ പറഞ്ഞതുപോലെ 1 മണിക്കൂർ പരിശ്രമിച്ച് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് DYFI അംഗങ്ങൾ വന്നതെന്നുള്ള താങ്കളുടെ വാദം ഞാൻ എടുത്തു. അങ്ങനെ അവിടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം DYFIക്കാർ വന്ന് പോലീസിനെ എന്തിനാണ് തല്ലിയത് ശ്രീ റെജി ലൂക്കോസ്? അതറിഞ്ഞാൽ മതി.
അയ്യോ അത് പറയാൻ എന്നെ സമ്മതിക്കും. ആദ്യം അതാ ചെയ്യേണ്ടത്. നിങ്ങൾ അത് എന്തിനാണ് തടയുന്നത്? അഭിലാഷെ, ഈ 1 മണിക്കൂറിന് ശേഷം ഈ പാവപ്പെട്ട ഒരു കുട്ടിയുടെ കഴുത്തിനടിച്ച് പരിക്കേൽപ്പിച്ച കുട്ടിയെ 1 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറിന് ശേഷം ആശുപത്രി കൊണ്ടുപോകാൻ തടയുന്ന ക്രിമിനലുകളെ അവരുടെ അടുത്തേക്ക് വന്ന ഈ കുട്ടീനെ ഈ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവർ തടയുന്നു. ആര്? ഈ ക്രിമിനലുകളായ ഓട്ടോക്കാര്. ഞാൻ ഓട്ടോക്കാരെ അടങ്ങനെ പറയുമല്ല, ഞാൻ നിങ്ങളോട് വേറൊന്നുകൂടെ പറയും, ചർച്ചയിൽ അതുകൂടെ പറയാം. ഈ തടഞ്ഞ ഈ പറയുന്ന ക്രിമിനലുകളായിട്ടുള്ള ഈ ഓട്ടോക്കാര് ഇന്ന് രാവിലെ, ഇത് മിനിഞ്ഞാന്ന സംഭവം, ഇന്ന് രാവിലെ അവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ കയറി സ്വയം പെട്രോൾ അടിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞ പാവപ്പെട്ട പെട്രോൾ പമ്പിലെ പാവപ്പെട്ട ജീവനക്കാരെ അവരുടെ വാസസ്ഥലത്തേക്ക് പോയപ്പോൾ പുറകെ ഒന്ന് തല്ലി. അതിന് പേര് കേസുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്രിമിനലുകളും കുറെ ആളുകൾ കൂടി വീണ്ടും ആ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാതിരിക്കാൻ തടഞ്ഞപ്പോൾ അവര് ബലമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അന്നേരം ഉണ്ടായ സംഘർഷത്തിലാണ്, അവിടെ വലിയൊരു കൂട്ടം ജനമുണ്ടായിരുന്നു, ആ സംഘർഷത്തിലാണ് ഈ പാവപ്പെട്ട അഡീഷണൽ സംസ്ഥാനത്തിന്റെ പേര് ഉത്തർപ്രദേശ് എന്നല്ല, മധ്യപ്രദേശ് എന്നല്ല, മഹാരാഷ്ട്ര എന്നല്ല, കേരളം എന്നാണ്. ഈ കേരളം, പിണറായി വിജയനാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അവിടെ കോട്ടയം എന്നൊരു ജില്ല, അവിടെ ഉഴവൂർ എന്ന് പറയുന്ന ഗ്രാമം, അവിടെ കുറെ ക്രിമിനലുകൾ എല്ലാ ദിവസവും കുട്ടികളെ ആക്രമിക്കുന്നു, പിറ്റേ ദിവസം പെട്രോൾ പമ്പുകാരെ ആക്രമിക്കുന്നു, നാട്ടുകാർ ഓടിക്കൂടുന്നു, പോലീസുകാർ വരുന്നു, പോലീസുകാർക്ക് തല്ലിടുന്നു. ഇത് എന്താണ് സാർ? ഇതെന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ലോ ആൻഡ് ഓർഡർ ഒന്നും ഇല്ലേ? നീതിന്യായ സംവിധാനങ്ങളൊക്കെ അവസാനിച്ച ഏതോ ഒരു ഉട്ടോപ്പിയാണോ ഈ പറഞ്ഞ ഉഴവൂര്? അല്ല, നിങ്ങൾ ആ ഉഴവൂരിനെ ഉട്ടോപ്പിയൊക്കെ ശ്രമിക്കുവാണ്. ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, ഇത്രയ്ക്ക് ശാന്തമായ, ഇത്രയ്ക്കും രാഷ്ട്രീയ ജീവിക്കുന്ന ഒരു സ്ഥലമില്ല. താങ്കൾ തന്നെയല്ലേ പറയുന്നത് കഴുത്തിന് പരിക്കേറ്റ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും സമ്മതിക്കാതെ വളഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു 1 മണിക്കൂർ നേരം. അവിടെ നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ട് ഒരു രക്ഷയുണ്ടായില്ല. അങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാർ അവിടെ സ്വർഗ്ഗദൂതന്മാരെ പോലെ അവതരിച്ചത്. ഇതൊന്നും പോരാണ്ട് അതിന്റെ പിറ്റേ ദിവസം പെട്രോൾ പമ്പുകാരെ പോയി ഈ പറഞ്ഞ ക്രിമിനലുകൾ അടിച്ചു എന്ന് താങ്കൾ ഒരു സമയത്ത് പറയുന്നു, അടുത്ത സെന്റൻസിൽ തന്നെ പറയുന്നു ഇത് പാലും തേനും ഒഴുകുന്ന ഒരു മനോഹര ഭൂമികയാണെന്ന്. എന്തെങ്കിലും ഒരു കാര്യം താങ്കൾ ക്ലാരിറ്റിയോടുകൂടി ഉറച്ചു പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്താം. ഞാൻ വളരെ പച്ച മലയാളത്തിൽ വളരെ ക്ലാരിറ്റിയോടെ ഞാൻ സംസാരിച്ചത്. ഈ ക്രിമിനലുകളായ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് ഈ നിമിഷം വരെ നിങ്ങൾ അപലപിച്ചിട്ടില്ല. അവരാണ് ഈ സംഘർഷം ഉണ്ടാക്കിയത്. അവർ തന്നെയാണ് ഇന്ന് രാവിലത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാരെ തല്ലിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെ ഉറച്ചു നിൽക്കാത്തത്? നിങ്ങളെ വാസ്തവത്തിൽ ഞാൻ ഉറക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുവാണ്. അതിന് മുന്നോടിയായിട്ട് ഡിവൈഎഫ്ഐ പഴിചാരി എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബഹുമാനപ്പെട്ട നൗഷാദിൽ പറഞ്ഞത് ഞാനെതിരെ പറയല്ല, അത് സ്വാഭാവിക. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഡിവൈഎഫ്ഐ പ്രവർത്തകരല്ല ആരാണേലും ആ എസ് ഐ തല്ലെങ്കിൽ അത് തെറ്റാണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ പേര് കർശനമായ നടപടി എടുത്തിട്ടുണ്ട്. ആ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ പാഞ്ഞെത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു. ഇനി വേറൊന്നുകൂടെ പറയാം, ഇന്ന് ഉച്ചയ്ക്ക് ഞാനിരുന്ന് ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, ചർച്ചയിൽ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതയില്ല എന്ന്. അച്ചടക്ക സേനയിലെ ഉദ്യോഗസ്ഥർ അങ്ങനെ പറയാമോ? പരസ്യമായിട്ടൊരു മാധ്യമത്തിൽ ഞങ്ങൾക്ക് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക്, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേരളത്തിൽ സുരക്ഷയില്ല എന്ന് അച്ചടക്കമുള്ളൊരു സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയാവോ? കേരളത്തിലെ പോലീസുകാർ അത്രയ്ക്ക് അരക്ഷിതാവസ്ഥയിലാണോ? അതാണ് നിങ്ങൾ ഈ പറഞ്ഞ യുപിയെയും ബീഹാറിനെ പോലെ തല്ലുകൊണ്ട് സ്വന്തം ചെവിയുടെ കർണപുടം പൊട്ടിപ്പോയ ആശുപത്രിയിൽ കിടന്ന ഒരു മനുഷ്യൻ, ഞാൻ 10-30 കൊല്ലം ജോലി ചെയ്യുന്നു, ഇതാണ് എന്റെ അവസ്ഥ എന്ന് പറയുന്നത് യുപിയിലും ഉദണ്ടപൂരിലും ഒന്നും ആയിട്ടല്ലല്ലോ. ഒരു മനുഷ്യനല്ലേ, പറഞ്ഞു പോയതായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ അങ്ങനെ പുറത്താക്കിയോ? അല്ലല്ല ഞാൻ ബാക്കിയെല്ലാം ഞാൻ സംഭവിച്ചു, കാരണം നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ അഭിലാഷിനെ പോലെ മുതിർന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ വാക്കുകളെ അംഗീകരിക്കരുത്. അവരോട് കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ സമാധാനം ഉണ്ടാക്കാൻ പോയി നടപടിയെടുക്കണമെന്നാണോ? കൊള്ളാം, അല്ല ഇത് കേൾക്കൂ, അങ്ങനെയൊക്കെ സംഭവിക്കൂ. അല്ല ഇനിയിപ്പോ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ, നമുക്ക് ആ പോലീസുകാരൻ പറഞ്ഞു പറയാതെ താങ്കൾ ഇപ്പൊ കുറെ തിയറി പറഞ്ഞല്ലോ. ലക്ഷ്യം എന്താ ഈ ചർച്ചയുടെ? ഈ അല്ലെ ചർച്ചയുടെ ലക്ഷ്യം ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ കാര്യങ്ങളെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയാനാണ് ഉദ്ദേശം, ലക്ഷ്യം. ഇങ്ങനെയല്ലല്ലോ. ക്രമസമാധാനമുള്ള ഒരു സ്ഥലത്ത്, നീതിന്യായ വ്യവസ്ഥയുള്ള നീതിന്യായ സംവിധാനങ്ങളുള്ള ഒരിടത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ലക്ഷ്യം, അതാണ് ഉദ്ദേശം. ഒരിക്കൽ കൂടി ആ എസ് ഐ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇനിയിപ്പോ വൈകിട്ട് TV കാണുന്ന ആളുകൾക്ക് അറിയില്ലെങ്കിലോ ചിലപ്പോ. നമസ്കാരം. ഞാൻ അന്നേ ദിവസം
ഡ്യൂട്ടി ഓഫീസറിന്റെ ചാർജ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഏറ്റുമാനൂർ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് എന്റെ മേൽ ഓഫീസർക്ക് അവിടെയായിരുന്നു. അപ്പൊ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ നമ്മുടെ 112 കോളുകളൊക്കെ വരും. ടാബിൽ വരുന്ന കോളുകളാണ്. അപ്പൊ അത് 20 മിനിറ്റിനുള്ളിൽ നടപടി എടുക്കേണ്ടത്. അപ്പൊ അമ്മാതിരി ഒരു കോളാണ് ഈ ഉഴവൂര് സ്കൂളിൽ കുട്ടികളും ഓട്ടോറിക്ഷക്കാരും തമ്മിൽ ഉണ്ടായത് പ്രശ്നമെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കുട്ടികളെയൊക്കെ ഞാൻ അവിടെ പലപ്പോഴും SPCക്കും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് കൊണ്ട് അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ എന്നെ നല്ല പരിചയമുണ്ട്. പരിക്ക് പറ്റിയ ഒരു കുട്ടിയോട് ഞാൻ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നീ ഹോസ്പിറ്റലിൽ പോയി ഞാൻ കേസ് എടുത്തോളാം എന്ന് പറയുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോവുകയും തുടർന്ന് ആരെയൊക്കെ വിളിച്ചു വരുത്തുകയാണ്, പുറത്തുനിന്ന് ഉള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി. അവർ വന്ന വഴിക്ക് തന്നെ യൂണിഫോം ഇട്ട എന്നോട് വളരെ മോശമായിട്ട് ഉപസ്ഥിതിയുടെ ഏറ്റവും ഈ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് തന്നെ ഏറ്റവും നിന്ദ്യമായ ഭാഷ എടുത്തിട്ട് ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ്, എടാ കേസ് എടുത്തില്ലെങ്കിൽ നിന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞ് പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് നിന്ദിച്ച് സംസാരിച്ചു. എന്നെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് പ്രാദേശിക രാഷ്ട്രീയക്കാരെന്റെ അടുത്ത് നിൽപ്പുണ്ട്. അവർ ചോദ്യം ചെയ്തപ്പോൾ അവരോട് ശരി, ഇതാണ് നടന്ന സംഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ശ്രീ MK ഹരിദാസ്, ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ ഒറ്റ സെന്റൻസ് അഭിലാഷ്, ഒരു സെന്റൻസ് ഒറ്റ സെന്റൻസിൽ ഇപ്പോൾ തന്നെ അഭിലാഷ്, അതൊക്കെ പ്ലീസ് ലെറ്റ് മീ, ഒറ്റ സെന്റൻസ് ഐ റിക്വസ്റ്റ് യു. ഇപ്പോൾ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു, മോനെ നീ ആശുപത്രി പൊക്കോളാൻ പറഞ്ഞു. അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. പരിക്കേറ്റ ആ വിദ്യാർത്ഥിയെ 100 മീറ്ററുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള പ്രാഥമിക ചുമതലയല്ലേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടിയിരുന്നത്? തെറ്റിയില്ലേ? ഉദ്യോഗസ്ഥരാ, അയാളുടെ കടമ എന്തായിരുന്നു? ശരി, വൺ സൈഡ് ആയിട്ട് ചർച്ച കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം മുതലേ പറയുന്നു തെറ്റായി പോയി. ശരി, ഓക്കെ, മനസ്സിലായി. ഒരു സെന്റൻസ് അല്ലേ പറഞ്ഞത് ശ്രീ MK ഹരിദാസ്? ഇനി അതെന്ത് വർത്തമാനമാണ് അഭിലാഷായി പറയുന്നത്? എന്താ താങ്കൾ ഒരു സെന്റൻസ് പറഞ്ഞില്ലേ? അതെന്ത് വർത്തമാനമായി പറയുന്നത്? പോലീസ് സേന എന്ന് പറയുന്ന ഒരു സേനയ്ക്കില്ലേ അതിൻ്റെതായ ഒരു സ്ട്രക്ചർ? ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയോട് നീ ആശുപത്രി പൊക്കോ, ഞാൻ കേസ് എടുത്തോളാം പറയണ ഡ്യൂട്ടി കൊണ്ടുപോകാന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചുമതല. അത്ര ഗുരുതരമായ വരുത്തിയിരിക്കുന്നു. ശരി, ഇനിയിപ്പോ ഇതൊക്കെയാണ് സംഭവം. ശ്രീ MK ഹരിദാസ്, ഇനിയിപ്പോ പോലീസുകാരന്റെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടതും ആലോചിക്കേണ്ടതും. ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പരിക്ക് ഗുരുതരല്ലെന്ന് അഭിലാഷ് പറയാൻ പറ്റുന്നത്? അല്ല, എനിക്കറിയില്ല. വിദ്യാർത്ഥിയെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതാണ്. ആ കുട്ടി ഇപ്പൊ പാലാ ഹോസ്പിറ്റലാ. ശരി, ഓക്കെ, ആവട്ടെ, ഞാൻ അടുത്ത ആളിലേക്ക് പോട്ടെ. ഇത് കേരളത്തിൽ നടക്കുന്ന വിഷയമാണ്. ശരി, കേരളത്തിൽ നടക്കുന്ന വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. MK ഹരിദാസ്, ഇനിയിപ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസ് ചട്ടം ലംഘിച്ചു, തുറന്ന് പറഞ്ഞു പോയി, തല്ല് കിട്ടിയതിന്റെ വേദന പറയാനും പാടില്ലല്ലോ. പോലീസുകാരൊക്കെ ആണെങ്കിൽ കിട്ടിയാൽ കിട്ടിയത് വാങ്ങി ഇരിക്കുക എന്നുള്ളതാണ് അവസ്ഥ. ഇനിയിപ്പോ ഇദ്ദേഹത്തിന് സസ്പെൻഷനോ നടപടിയൊക്കെ നേരിടേണ്ടി വരുമോ? അദ്ദേഹത്തിന് സസ്പെൻഷൻ നടപടിയൊന്നും നേരിടേണ്ടി വരില്ല. അദ്ദേഹം ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ ചെകിടത്തടിച്ചവർക്കെതിരെ കേസുമായിട്ട് മുൻപോട്ട് പോകണ്ടെന്ന് എഴുതി കൊടുത്തിട്ട് അദ്ദേഹം ഒരു പൂച്ചക്കുട്ടിയുമായി അദ്ദേഹത്തിനെ ആ സ്ഥലത്ത് നിന്നും തൂക്കിയെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റപ്പെടും. അതിനപ്പുറമുള്ള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ഇനി യോഗമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യോഗം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കിത്തരത്തിൽ പോലീസ് സേനയുടെ ഈ ആത്മവീര്യം കെടുത്തുമാറി DYFI നേതാക്കൾ നടത്തുന്ന അടുത്ത അക്രമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നമുക്കിത് സംസാരിക്കാൻ പറ്റും. എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായില്ല. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ആലപ്പുഴയിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആളുകളെ ലാത്തി കൊണ്ടും അതുമായി തന്നെ കൈകൊണ്ടും തല്ലിച്ചതച്ചിട്ട് അവരെ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏത് പോലീസുകാരാണ് തയ്യാറായത്? ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് തയ്യാറായത്? അവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നതെന്നറിയില്ല. അതുമാതിരി തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഹെൽമെറ്റ് കൊണ്ടും കല്ലുകൊണ്ടും അടിയേറ്റിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ എന്ത് വ്യഗ്രതയാണ് ഇവിടുത്തെ പോലീസ് കാണിച്ചിരിക്കുന്നത്? പോലീസ് ഭരിക്കുന്നവരുടെ ചട്ടുകമാണെന്ന് റെജി ലൂക്കോസിന് അറിയില്ലല്ലോ. റെജി ലൂക്കോസ്, എന്തിനാണ് ഇത്തരത്തിൽ ഈ വിഷയത്തെ ഇങ്ങനെ കാണിക്കുന്നത്? താങ്കൾ പറഞ്ഞു ഓട്ടോറിക്ഷക്കാർ പോലീസുകാരുടെ ചെകിടത്തടിച്ചാൽ അഭിലാഷും ഞാനും ഒക്കെ കൂടിയിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും താങ്കളിപ്പോൾ ഇവിടെ പറയുന്ന ഭാഷ കേട്ട് കഴിഞ്ഞാൽ വരാപ്പുഴയിലെ സ്വന്തം പണി കഴിഞ്ഞ് സ്വന്തം വീടിൻ്റെ തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് കൊണ്ടുപോയിട്ട് ഇടിച്ച് ചവിട്ടി കൊന്നു. അപ്പം നമ്മൾ പിറ്റേ ദിവസം എന്താണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കൊല്ലപ്പെട്ട വ്യക്തി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ പിറ്റേ ദിവസം ആ സബ് ഇൻസ്പെക്ടറെ ഇടിച്ച് പരുവമാക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? ഇടുക്കിയിൽ രാജകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ 3-ാം മുറയിലൂടെ കൊന്നു. പിറ്റേ ദിവസം രാജകുമാറിൻ്റെ ആൾക്കാരെ ആ ഇടിച്ച പോലീസുകാരെ കൈകാര്യം ചെയ്യണമോ? ഇവിടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിയമവും നീതിയുമില്ലേ? ഈ പോലീസുകാരൻ അവിടെ ഉത്തരവാദിത്തക്കേട് കാണിച്ചുവെങ്കിൽ തന്നെ നിങ്ങളുടെ DYFI നേതാക്കൾക്ക് തിരുവനന്തപുരത്തേക്ക് ഒറ്റ ഫോൺ കോൾ കൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുപ്പിക്കാൻ പറ്റില്ലേ? പിന്നീട് അദ്ദേഹം സേനയിൽ കാണുമോ? അതിന് ആ പാവത്തിൻ്റെ ചെകിടത്തടിച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടത്? ഭരണകക്ഷിയിലുള്ളവരുടെ എല്ലാ കാലത്തും ചട്ടുകമാണ് പോലീസ് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. താങ്കൾ പറഞ്ഞു ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടു, അഭിലാഷിന് മാത്രമേ ബോധ്യപ്പെടാതിരുന്നിട്ടുള്ളൂ എന്ന്. ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല.
ഈ ചട്ടുകമായിരിക്കുമ്പോൾ തന്നെ അവരുടെ ആത്മവീര്യം തകർക്കുന്ന ഇത്തരം പ്രവർത്തികളുണ്ടല്ലോ, അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുത്. അവരുടെ ആത്മവീര്യം തകരുമ്പോൾ ഒരു നാടിൻ്റെ സുരക്ഷയ്ക്കാണ് പാളിച്ച വരുന്നത്. താങ്കൾ ആ SI പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, പോലീസ് സേനയിൽ സുരക്ഷയില്ലെന്ന്. 10,000 പോലീസുകാർക്ക് പറയാനുള്ളതാണ് ആ മനുഷ്യനെന്ന് തുറന്നു പറഞ്ഞത്. അതിനെ താങ്കൾ വലിയൊരു കുറ്റകരമായിട്ടുള്ള കൃത്യമായിട്ടൊന്നും കാണേണ്ടതില്ല. കാരണം ഇന്ന് പോലീസ് സേനയിൽ ആരും സുരക്ഷിതരല്ല. ഭരണത്തിലിരിക്കുന്നവരുടെ എല്ലാ ഘടകത്തിലുള്ളവരും അതാത് സമയത്ത് പോലീസുകാരെ ഭരിക്കുന്ന ഒരു ചിട്ട ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് നടക്കുന്നത് അതാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുതൽ താഴെത്തട്ടിലുള്ള ലോക്കൽ ഓഫീസ് വരെയുള്ളവരെല്ലാം, പോരാത്തതിന് വിദ്യാർത്ഥി സംഘടനയുടെ ആൾക്കാരും പോലീസിനെ ഭരിക്കാൻ തുടങ്ങുക വഴി അവരുടെ ആത്മവീര്യം നശിച്ചിട്ടുണ്ട്. ആ ആത്മവീര്യം തിരിച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, ഇവിടെ പോലീസ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ നികുതിദായകർ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം. ആ നാട്ടിലെ ജനങ്ങളുടെ ആത്മവീര്യം, അവരുടെ സുരക്ഷ, അവരുടെ മാനസികാവസ്ഥ തകർക്കാനുള്ള അവസരം ഉണ്ടാകുന്ന വിധത്തിൽ താങ്കൾ ഇത്തരത്തിൽ സംസാരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എനിക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷമാണ് ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ നൌഷാദ് അലി, ഈ തല്ല് കൊണ്ട പോലീസുകാരൻ അദ്ദേഹത്തിന്റെ മനോവിക്ഷോഭത്തിലാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ആ വിഷ്വലുകൾക്ക് അപ്പുറത്ത്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അച്ചടക്ക നടപടി കൂടി എടുത്തു കഴിഞ്ഞാൽ എത്ര തല്ലും ചവിട്ടും ഒക്കെ ഏറ്റാലും ഇതുപോലെ അങ്ങ് തുടരുമെന്ന അവസ്ഥ വരും. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതാണോ? അഭിലാഷ്, ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ കാരണം എന്തെന്ന് ചോദിച്ചാലേ, ഇതൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. ഇങ്ങനെ പോലീസിനോട് കയർക്കുക, അവരോട് തട്ടിക്കയറുക, അവരെ പ്രഹരിക്കുക, ഇതൊക്കെ ഒരു വലിയ ഒരു നെഗറ്റീവ് ഹീറോയിസം, അതിനെയൊക്കെ ആർഭാടമായി കൊണ്ടാടുന്ന, അതിനെയൊക്കെ ഏറ്റെടുത്ത് ഗ്വാഗ്വാ വിളിക്കുന്ന കുറേ കൂലിപ്പട്ടാളങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലേക്ക് വഷളാവുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരൊരു സെൽ ഭരണത്തിൻ്റെ വക്താക്കളാണ്. അവർക്ക് അങ്ങനെ ജനാധിപത്യത്തോടൊന്നും വലിയ കൂറും കടപ്പാടും ഒന്നും അടിസ്ഥാനപരമായിട്ടില്ല. നമ്മുടെ 957 തൊട്ടുള്ള അവരുടെ ചരിത്രമെടുത്താൽ ഇത്തരത്തിലുള്ള ഒരുപാട് വശങ്ങളും അംശങ്ങളും അവരിൽ കാണാം. എന്നാൽ ഒരു 1990-കൾക്ക് ശേഷമൊക്കെ അത്തരം പ്രവണതകൾ കുറഞ്ഞു വന്നിരുന്നു. എന്നാൽ 2021-ൽ തുടർഭരണം ലഭിച്ചതിന് ശേഷമാണ് വീണ്ടും പഴയ പ്രവണതകളും ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ രീതികളിലേക്കൊക്കെ അവർ മുന്നേറാൻ തുടങ്ങിയത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നവകേരള യാത്ര നടത്തിയപ്പോൾ പോലീസുകാരും DYFIക്കാരും ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധക്കാരെ നേരിട്ടപ്പോൾ അതിനെയൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിളിച്ച് അതിനൊക്കെ ലൈസൻസും ഗ്രീൻ സിഗ്നലും നൽകിയ മുഖ്യമന്ത്രിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിൽ ഈ ഉത്തരം തന്നെ വളഞ്ഞു കിടക്കുമ്പോൾ മോന്തായം വളഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വലിയ തോതിൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പോലീസായി നിലനിൽക്കേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. പോലീസിന് ഒരുപാട് പുഴുക്കുത്തുകളും ഉണ്ടാകാം, പക്ഷേ എന്നാൽ പോലും ഭൂരിഭാഗം പേരും ആ കാക്കിയോട് അന്തസ്സ് പുലർത്തി മാത്രം മുന്നോട്ട് പോകുന്നവരാണ്. അതിൻ്റെ ഒരു വലിപ്പവും മഹത്വവും ഒക്കെ തിരിച്ചറിയുന്നവരാണ്. അതിനെ നമ്മളായിട്ട് ഇടിച്ചു താഴ്ത്താൻ അതിന് അധികാരത്തിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയൊക്കെ പിന്തുണ കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ടല്ലോ, തീർച്ചയായും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം സംഭവങ്ങളിൽ മാതൃകാപരമായ നടപടികളെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ. വളരെ നന്ദി. എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.